പ്രസവവേദന തുടങ്ങി മനുഷ്യൻ കടന്നു പോകേണ്ട സകല വേദനകളും മറിയത്തിൽ നിന്നും മാറ്റപ്പെട്ടതിൻ്റെ കാരണം മനുഷ്യത്തെ അമ്മ അമലോത്ഭവയാണ്. ഈ ഒരു വേദനയ്ക്കും അമ്മയെ തൊടാൻ സാധിക്കത്തില്ല. ഈ ഒരു ദുരിതത്തിനും അമ്മയെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ തുടർച്ചയും പൂർത്തീകരണവുമായിട്ട് വേണം നമ്മൾ സ്വർഗാരോപണത്തെ കാണാൻ പോലും. സ്വർഗാരോപണം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിലിരുന്ന് ഒരു പുഴുവോ കീടമോ ഇടപെട്ട് ദ്രവിച്ചു പോകേണ്ട ഒന്നല്ല പരിശുദ്ധ അമ്മയുടെ ശരീരം. അങ്ങനെ ഇടപെട്ടാലും ദ്രവിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് ആ ശരീരത്തെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഭൂമിയിലെ ഒന്നിനും ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ അനുഗ്രഹം അമലോത്ഭവം എന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിനും ദൈവം നൽകിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ രോഗമോ വാർദ്ധക്യമോ ബാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. യാഥാരൂപം മൈക്കലാഞ്ചലോ വരയ്ക്കുമ്പോഴും ഒക്കെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വൃദ്ധയായ അല്ലെങ്കിൽ വാർദ്ധക്യം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കീഴ്പ്പെടുത്തിയ ഒരു ശരീരമല്ല പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. ഏറ്റവും യൗവനയുക്തമായ രീതിയിൽ നിൽക്കുന്ന പ്രശോഭിതമായ ഒരു മുഖത്തോടു കൂടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് എല്ലായിടങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കുക. കാരണം രോഗങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ വാർദ്ധക്യത്തിനോ ഒന്നും മരണത്തിനോ ഒന്നും പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്ക് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അമലോത്ഭവം എന്ന കൃപാവരത്താൽ ശക്തി ലഭിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഉദരത്തിൽ സംഭവിച്ച് പ്രസവിച്ച് മുലയൂട്ടി വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു അമ്മയ്ക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ഉദരത്തിൽ സംഭവിച്ച് ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തെ പ്രസവിച്ച് ദൈവത്തിന് പാല് കൊടുത്ത് വളർത്തേണ്ട ഒരു അമ്മയുടെ ആരോഗ്യം എത്ര കണ്ട് വലുതായിരിക്കണം നമുക്കിന് ചിന്തിക്കാൻ സാധിക്കും. സാധാരണ മനുഷ്യനെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ആരോഗ്യത്തോടു കൂടി വേണം ആ സ്ത്രീ ജീവിക്കാൻ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആരോഗ്യം ഒരു രോഗത്തിനും കീഴ്പ്പെടുത്താൻ പറ്റുന്നതല്ല എന്ന് ദൈവം ഉറപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ രോഗത്തിന് അധീനയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് രോഗശാന്തി നൽകുക എന്നതാണ്. സുവിശേഷം പ്രഘോഷിക്കുക, ജ്ഞാനസ്നാനം നൽകുക, അതുപോലെ രോഗശാന്തി നൽകുക. രോഗശാന്തി നൽകുക എന്നത് ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആണെന്നിരിക്കെ ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യ അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാവുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഈ രോഗശാന്തി വരം എത്ര കണ്ട് വലുതായി ദൈവം നൽകിയിട്ടുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, പരിശുദ്ധ അമ്മ നമ്മൾ ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതനുസരിച്ച് കുരിശൻ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാൻ അമ്മയായിട്ട് നൽകുകയാണ് പരിശുദ്ധ അമ്മയെ. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ രോഗബാധിതരായി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും